അർജുനനെ എതിർക്കുക എന്നൊരൊറ്റ ഉദ്ദേശത്തോടു കൂടി കുരുക്ഷേത്ര യുദ്ധത്തിലെ 12-ാം ദിവസം കൗരവപക്ഷത്തിലെ ചില ക്ഷത്രിയരും അവരുടെ സൈന്യവും കൂടെ ചേർന്നിട്ട് സംശപ്തകന്മാർ എന്നൊരു സ്പെഷ്യൽ യൂണിറ്റ് തുടങ്ങുകയുണ്ടായി. അവർ അർജുനനെ നേരിട്ടുകൊണ്ടിരുന്ന അതേ സമയത്ത് ദ്രോണാചാര്യർ വളരെ കഷ്ടപ്പെട്ട് യുധിഷ്ഠിരനെ പിടിക്കാനായി ശ്രമിക്കുന്നു. എന്നാൽ ദ്രോണാചാര്യരുടെ പ്രകടനത്തിന് മുന്നിൽ പാണ്ഡവരെല്ലാവരും ഓടുകയും അവിടെ ഭീമൻ മാത്രം നിൽക്കുകയും ചെയ്തു. എന്നാൽ ഭീമൻ അവിടെ നിൽക്കുന്നതിനെ തുടർന്ന് മറ്റു പാണ്ഡവരെല്ലാം തിരിച്ചു വന്ന് പോരാട്ടം വീണ്ടും തുടങ്ങാൻ പോകുന്നു. ഇതുവരെയാണ് കുരുക്ഷേത്ര യുദ്ധത്തിലെ 12-ാം ദിവസത്തിലെ ആദ്യത്തെ ഭാഗത്തിൽ നമ്മൾ പറഞ്ഞേക്കുന്നത്. ശേഷം കുരുക്ഷേത്ര യുദ്ധത്തിൽ എന്തെല്ലാമാണ് നടന്നത് നമുക്ക് നോക്കാം. കുരുക്ഷേത്രം എന്ന സീരീസിൻ്റെ 18-ാമത്തെ എപ്പിസോഡിൽ. നമസ്കാരം, ഞാൻ വൈശ. ടെലിസ്കോപ്പിലേക്ക് സ്വാഗതം. പാണ്ഡവപക്ഷം ഭീമന്റെ നേതൃത്വത്തിൽ തിരിച്ചെത്തുകയാണ്. അവരൊരുമിച്ച് ദ്രോണാചാര്യർക്ക് നേരെ ശരവർഷം നടത്തുകയുണ്ടായി. അപ്പോൾ ദ്രോണാചാര്യർക്ക് നേരെ ശരവർഷം അവർ നടത്തുന്നത് കണ്ടുടനെ തന്നെ ദുര്യോധനൻ എല്ലാവിധ സജ്ജീകരണങ്ങളും ചെയ്തു. ദുര്യോധനൻ ആജ്ഞ കൊടുത്തു, ഏത് വിധേനയും ആചാര്യനെ സംരക്ഷിച്ചേ തീരുള്ളൂ. എല്ലാവരും അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് പോയാലും ഏതൊക്കെ യോദ്ധാക്കൾ അദ്ദേഹത്തെ നേരിടാൻ വരുന്നോ അവരെ എല്ലാം നിങ്ങൾ നേരിടുക എന്ന് പറഞ്ഞു. ഈ സമയത്ത് ഭീമസേനൻ ദ്രോണാചാര്യരെ ലക്ഷ്യമാക്കി പാഞ്ഞു പൊക്കോണ്ടിരുന്നപ്പോൾ ദുർമർഷനൻ എന്ന കൗരവ രാജകുമാരൻ ഭീമസേനനെ നേരിട്ടു. ഭീമസേനനും ദുർമർഷനും ഇടയിൽ പിന്നെ ഗംഭീരമായിട്ടുള്ള ഒരു പോരാട്ടം അരങ്ങേറി. എന്നാൽ ഇതുപോലെ പാണ്ഡവപക്ഷത്തിലെ ഓരോ യോദ്ധാക്കളും ദ്രോണരുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും കൊടിതോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന കൗരവപക്ഷത്തിലെ രഥങ്ങൾ ഓരോന്നായി, ആ രഥങ്ങളിലുള്ളത് ഓരോ മഹായോദ്ധാക്കളാണ്. ആ ഓരോ മഹായോദ്ധാക്കളും പാണ്ഡവപക്ഷത്തിലെ ഓരോ മഹായോദ്ധാക്കളുമായി ഏറ്റുമുട്ടി. സാത്വികിയുമായിട്ട് കൃതവർമാവാണ് ഏറ്റുമുട്ടിയത്. അതുപോലെ യുധിഷ്ഠിരനെ നേരിടുവാനായി അവിടെ എത്തിയത് ശല്യരാണ്. പാഞ്ഞെടുത്ത ശല്യരെ യുധിഷ്ഠിരൻ ശരങ്ങൾ കൊണ്ട് സ്വീകരിച്ചു. എന്നാൽ ആ സമയത്ത് ശല്യര് യുധിഷ്ഠിരൻ്റെ മർമ്മം പിളർക്കുന്ന രീതിക്ക് അസ്ത്രങ്ങൾ അയച്ചുകൊണ്ട് യുധിഷ്ഠിരനെ മുറിവേൽപ്പിച്ചിട്ട് അവിടെ നിന്ന് ഗർജിച്ചു. എന്നാൽ ശല്യര് ഗർജിച്ചു കൊണ്ടിരുന്ന ആ സമയത്ത് തന്നെ ശല്യരുടെ കൊടിയും അതുപോലെ തന്നെ വില്ലും മുറിഞ്ഞു പോവുകയാണ്. കണ്ണു തുറന്നു നോക്കുന്ന ശല്യര് കാണുന്നത് യുധിഷ്ഠിരനെയാണ്. യുധിഷ്ഠിരൻ ശല്യരുടെ കൊടിയും വില്ലും മുറിച്ചിട്ട് കളഞ്ഞു. ഇതുപോലെ അവിടെ ബാഹുലീകരൻ ദ്രുപദനുമായിട്ട് ഏറ്റുമുട്ടുന്നുണ്ട്. വിന്ദാനുവിന്ദന്മാർ വിരാടനുമായിട്ട് ഏറ്റുമുട്ടുന്നുണ്ട്. അതുപോലെ യുധിഷ്ഠിരന് ദ്രൗപദിയിലുണ്ടായ പുത്രനായിട്ടുള്ള പ്രതിവിന്ധ്യൻ അശ്വത്ഥാമാവുമായിട്ട് ഏറ്റുമുട്ടുന്നുണ്ട്. അങ്ങനെ ഈ ഒരു പോരാട്ടം മുറുകിക്കൊണ്ടിരുന്ന സമയത്ത് ചുവന്ന കൊടിതോരണങ്ങളുള്ള പഞ്ചകേകയന്മാരെന്ന് പറയുന്ന 5 രാജകുമാരന്മാർ ദ്രോണർക്ക് നേരെ പാഞ്ഞെടുത്ത സമയത്ത് അവരുടെ രഥത്തിന് വട്ടം വെച്ച് കയറിയത് സുവർണ ആനച്ചങ്ങലയുള്ള അംഗരാജൻ കർണൻ്റെ രഥമായിരുന്നു. അംഗരാജൻ കർണനും അവരും തമ്മിലുള്ള പോരാട്ടം എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്നായിരുന്നു. കാരണം അവർ 5 പേര് എങ്ങനെ കർണനോട് പോരാടിക്കൊണ്ടിരുന്നോ അതിൻ്റെ പല മടങ്ങ് ഉയർന്ന രീതിക്ക് കർണൻ തിരിച്ചു പോരാടുന്നു. കർണൻ നടത്തിയ ശരവർഷത്തിലും അതുപോലെ തന്നെ 5 പേര് കർണന് നേരെ നടത്തിയ ശരവർഷത്തിലും പുറത്തു നിൽക്കുന്ന ആളുകൾക്ക് കർണനെയും പഞ്ചകേകയന്മാരെയും കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ആ ഒരു പോരാട്ടം അവിടെ മുറുങ്ങിക്കൊണ്ടേയിരുന്നു. എന്നാൽ ഈ പോരാട്ടത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു പോരാട്ടമായിരുന്നു മണിമാനൻ എന്ന രാജകുമാരനും അതുപോലെ ഭൂരിശ്രവസും തമ്മിലുള്ള പോരാട്ടം. മണിമാനൻ എന്ന രാജാവ് ദ്രോണർക്ക് നേരെ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്ത് മണിമാനൻ്റെ രഥത്തിന് മുന്നിൽ ഭൂരിശ്രവസിൻ്റെ രഥം വട്ടം വെച്ച് കയറുകയായിരുന്നു. ഇവർ 2 പേരും തമ്മിൽ പോരാടിക്കൊണ്ടിരുന്ന സമയത്ത് ഭൂരിശ്രവസിൻ്റെ വില്ലിൽ നിന്ന് അതിശക്തമായി വന്ന അസ്ത്രങ്ങൾ മണിമാരൻ്റെ സാരഥിയെയും കൊടിയെയും വില്ലിനെയും എല്ലാം മുറിച്ചിട്ടു എന്ന് മാത്രമല്ല മണിമാരനെ ആ രഥത്തിൽ നിന്ന് നിലത്തേക്ക് വീഴ്ത്തുകയും ചെയ്തു. അങ്ങനത്തെ ഒരു പ്രകടനമായിരുന്നു ഭൂരിശ്രവസ് കാഴ്ചവെച്ചത്. ഭൂരിശ്രവസിൻ്റെ വില്ലിൽ നിന്ന് വന്ന അസ്ത്രങ്ങൾ അവിടെ രഥത്തിൽ നിന്നിരുന്ന മണിമാരനെ ആ രഥത്തിൽ നിന്ന് തീർച്ച് നിലത്തെ വീഴ്ത്തുന്ന രീതിക്ക് പ്രഹരിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ നിലത്ത് വീണ് കിടക്കുന്ന മണിമാരനെ കണ്ടുടനെ തന്നെ ഭൂരിശ്രവസ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന വില്ല് രഥത്തിലേക്ക് വെച്ചിട്ട് ഒരു വാളും പരിചയമെടുത്ത് രഥത്തിൽ നിന്ന് ചാടിയിറങ്ങി ഭൂമി മാർഗം ചെന്ന് അവിടെ മണിമാരനെ വെട്ടി വീഴ്ത്തി എന്നാണ് പറയുന്നത്. അതായത് ആ രാജാവിനെ ഭൂരിശ്രവസ് വധിച്ചു. എന്നിട്ട് തിരിച്ച് രഥത്തിലേക്ക് കയറി വില്ല് കയ്യിലെടുത്തിട്ട് ഈ സമയത്ത് ഭൂരിശ്രവസിൻ്റെ സാരഥി വധിക്കപ്പെട്ടായിരുന്നു കേട്ടോ. ഭൂരിശ്രവസ് അവിടെ പകച്ചില്ല. ഭൂരിശ്രവസ് സ്വയം തൻ്റെ രഥം തെളിച്ചു. എന്നിട്ട് പാണ്ഡവസേനയെ ആക്രമിച്ചു തുടങ്ങി. എന്നാൽ ഈ സമയത്ത് ഘടോൽകചൻ ദ്രോണർക്ക് മുന്നിലെത്തിക്കൊണ്ട് കൗരവപക്ഷത്തിനെ ഭയപ്പെടുത്തുന്ന രീതിയിലൊരു പ്രകടനം കാണിച്ചു. ഘടോൽകചൻ അവിടെ വന്ന സമയത്ത് ദ്രോണർക്ക് നേരെ ആ യുദ്ധഭൂമിയിൽ എന്തെല്ലാം ആയുധങ്ങളുണ്ടോ ആ ആയുധങ്ങളെല്ലാം ഒരേ സമയം വർഷിച്ചതുപോലെയായിരുന്നു. വാളുണ്ടായിരുന്നു, കോടാലി ഉണ്ടായിരുന്നു, തീയുണ്ടായിരുന്നു, കല്ലുണ്ടായിരുന്നു, മലയുണ്ടായിരുന്നു. ആ ആയുധങ്ങളെല്ലാം ഒരുമിച്ച്
കടോൽഗജൻ വലിച്ചെറിഞ്ഞു. എന്നാൽ ഈ സമയത്ത് കടോൽഗജനെ നേരിടുവാനായി അവിടെ എത്തിയത് കൗരവപക്ഷത്തിലെ രാക്ഷസ ശ്രേഷ്ഠനായിട്ടുള്ള അലംബുഷനായിരുന്നു. അങ്ങനെ അവർക്കിടയിൽ ഒരു പോരാട്ടം അരങ്ങേറി. എന്നാൽ ഈ പോരാട്ടം അങ്ങനെ മുറുകിക്കൊണ്ടിരുന്ന സമയത്ത് ഭീമസേനനെ കണ്ട ദുര്യോധനന് ഒരുപാട് ദേഷ്യമുണ്ടായി. കാരണം ഓടിപ്പോയ പാണ്ഡവസേന തിരിച്ചു വരാൻ കാരണം ഭീമനായിരുന്നുവല്ലോ. ഭീമൻ അവിടെ നിൽക്കുന്നത് കണ്ടിട്ടാണല്ലോ അവരെല്ലാവരും തിരിച്ചു വന്നത്. അതുകൊണ്ട് തന്നെ ഭീമനോട് അതീവ ദേഷ്യം തോന്നിയ ദുര്യോധനൻ ഭീമനെ നേരിടുവാനായിട്ട് ഒരു വലിയ ആനപ്പടയുമായിട്ട് ഭീമന് നേരെ ചെന്നു. എന്നാൽ അതിവിദഗ്ധമായി ഭീമൻ ഇപ്രാവശ്യം ഗദയെടുത്ത് രഥത്തിൽ നിന്നും ഇറങ്ങിയില്ല. രഥത്തിൽ നിന്ന് തന്നെ നിന്നുകൊണ്ട് അതിവിദഗ്ധമായി തൻ്റെ വില്ലിൽ നിന്ന് അസ്ത്രങ്ങൾ എയ്തുകൊണ്ട് ഈ വരുന്ന ആനകളെയെല്ലാം വീഴ്ത്താൻ തുടങ്ങി. എങ്ങനെയെന്ന് വെച്ചാൽ ഭീമൻ്റെ രഥം ഒരു സ്ഥലത്ത് നിൽക്കുന്നു. അങ്ങോട്ടേക്ക് പാഞ്ഞു വരുന്ന ആനകൾക്ക് നേരെ ഭീമൻ അയക്കുന്ന അസ്ത്രങ്ങൾ ആനയെയും കഴിഞ്ഞ് നിലത്തേക്ക് പോകുന്നു. ആ രീതിക്ക് അസ്ത്രങ്ങൾ അയച്ചുകൊണ്ട് ഭീമൻ ആ ആനപ്പടയെ തകർത്ത് വിട്ടുകൊണ്ടിരുന്നു. അങ്ങനെ തൻ്റെ രഥത്തിൽ നിന്നുകൊണ്ട് ഭീമൻ 100 കണക്കിന് അസ്ത്രങ്ങൾ അയച്ച് ആനപ്പടയെ തകർത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത് കണ്ട ദുര്യോധനന് ദേഷ്യം കൂടിയിട്ട് ഭീമന് നേരെ അസ്ത്രങ്ങൾ അയച്ചു. ഈ സമയത്ത് തൻ്റെ മുന്നിൽ ദുര്യോധനൻ വന്നു നിൽക്കുന്നത് കണ്ട ഭീമൻ്റെ കണ്ണ് ക്രോധത്തിൽ ജ്വലിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ഭീമൻ ദേഷ്യത്തോടു കൂടി ദുര്യോധനനുമായി പോരാടി തുടങ്ങി. ഭീമനും ദുര്യോധനനും പരസ്പരം അസ്ത്രങ്ങൾ കൊണ്ട് പ്രഹരിച്ചു കൊണ്ടിരുന്ന സമയത്ത് ഭീമൻ ദുര്യോധനൻ്റെ ദേഹത്തേക്ക് അസ്ത്രങ്ങൾ അയച്ചു കയറ്റി. എന്നാൽ ഭീമൻ അയച്ച അസ്ത്രങ്ങൾ ദുര്യോധനൻ്റെ ദേഹത്തേക്ക് കയറിയെങ്കിലും ദുര്യോധനന് ദേഷ്യമാണ് വന്നത്. ദേഷ്യം വന്നിട്ട് പൈശാചികമായ ഒരു ചിരിയോടുകൂടി ദുര്യോധനൻ ഭീമന് നേരെ തിരിച്ച് അസ്ത്രങ്ങൾ അയച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ഈ സമയത്ത് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഭീമന് ബോറടിച്ചിട്ടായിരിക്കണം ഭീമൻ ദുര്യോധനൻ്റെ കയ്യിലിരിക്കുന്ന വില്ലും ദുര്യോധനൻ്റെ കൊടിയും ഒരേ സമയം മുറിച്ചും. ദൂരെ നിന്ന് ആളുകൾ നോക്കുമ്പോൾ ഭീമൻ്റെ രഥത്തിൽ നിന്ന് 2 അസ്ത്രങ്ങൾ വരുന്നു. ഒരസ്ത്രം ദുര്യോധനൻ്റെ അലങ്കരിച്ചിരിക്കുന്ന കൊടി അങ്ങ് മുറിച്ചിട്ടു. അടുത്ത അസ്ത്രം ദുര്യോധനൻ്റെ വില്ലും മുറിച്ചു കളഞ്ഞു. ആ സമയത്ത് അംഗദേശത്തെ രാജാവ്, ഇത് കർണനല്ല, വേറൊരു അംഗദേശമായിരിക്കണം. അംഗദേശത്തെ രാജാവെന്നേ പറയുന്നുള്ളൂ, കർണനല്ല. അപ്പോൾ അംഗദേശത്തെ രാജാവ് ഒരാനപ്പുറത്ത് വന്നിട്ട് ദുര്യോധനനെ അവിടെ നിന്ന് രക്ഷിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ആനപ്പുറത്ത് അംഗദേശത്തെ രാജാവ് അവിടെ എത്തിയിട്ട് ഭീമനെ ആക്രമിക്കാനൊരുങ്ങിയ ഈ സമയത്ത് ഭീമൻ ചോദ്യവും പറച്ചിലൊന്നും ഇല്ലാതെ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ശക്തമായിട്ടുള്ളൊരു അസ്ത്രം എടുത്തിട്ട് തൻ്റെ വില്ലിലേക്ക് വെച്ച് ചെവിയോളം വലിച്ചു പിടിച്ച് ആ അസ്ത്രം അയച്ചു. ഈ അസ്ത്രം ആനയുടെ നെറ്റിത്തടം ലക്ഷ്യമാക്കിയാണ് അയച്ചത്. ആ അസ്ത്രം ആനയുടെ നെറ്റിത്തടത്ത് മാത്രമല്ല, അതും കഴിഞ്ഞ് ഭൂമിയിലേക്ക് പതിച്ചു കയറിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആനയെ വധിച്ചു. അത്രയും ശക്തമായിട്ടാണ് ആ അസ്ത്രം ഭീമൻ അയച്ചത്. അപ്പോൾ ആ ആന ഒറ്റ അസ്ത്രം കൊണ്ട് വധിക്കപ്പെട്ട് നിലത്തേക്ക് ഇങ്ങനെ ചരിഞ്ഞ് വീണുകൊണ്ടിരുന്ന സമയത്ത് ആനപ്പുറത്തു നിന്ന് അംഗദേശത്തെ രാജാവ് ചാടി ആ സമയത്ത് നിലത്തേക്ക് എത്തുന്നതിന് മുൻപ് ഭീമൻ ഉന്നം വെച്ച് ഒരു അസ്ത്രം അയച്ച് അംഗദേശത്തെ രാജാവിൻ്റെ തല എങ്ങ് തെറിപ്പിച്ചു കളഞ്ഞു. ഇത് ചുറ്റിനും നിൽക്കുന്ന ആളുകളെ ഒരുപാട് അത്ഭുതപ്പെടുത്തി. എന്നാൽ ആ ആളുകൾക്കിടയിൽ മറ്റൊരാൾ ആനപ്പുറത്തിരിപ്പുണ്ടായിരുന്നു, ഭഗദത്തൻ ഇത് കണ്ടിട്ട് ഒട്ടും സഹിച്ചില്ല. അങ്ങനെ യുദ്ധഭൂമിയെ പ്രകമ്പനം കൊള്ളിക്കുന്നത് പോലെ ഒരു ഒച്ചപ്പാടും ബഹളവും ദൂരെ നിന്ന് കേൾക്കുന്നു. എല്ലാവരും തിരിഞ്ഞു നോക്കുമ്പോൾ ഐരാവതത്തിൻ്റെ മറ്റൊരു രൂപം ഭൂമിയിലേക്ക് വന്നിറങ്ങിയിരിക്കുന്നത് പോലത്തെ ഒരു ആന. ദേഹത്തെല്ലാം ചട്ട വെച്ച് കെട്ടിയിട്ടുണ്ട്. ആ ആന എന്ന് പറയുമ്പോൾ അത്രയും കാലവും അവിടെ ഉണ്ടായിരുന്ന ആനകളെ കാട്ടിയും എത്രയോ മടങ്ങ് ഉയരം കൂടിയതും എത്രയോ മടങ്ങ് വലിപ്പമുള്ളതും 1000 മടങ്ങ് ശക്തിയുമുള്ള ആനയായിരുന്നു. പിന്നെ പോരാട്ടത്തിൽ അതീവ ബുദ്ധിമാനുമായിട്ടുള്ള ആനയായിരുന്നു അത്. ആ ആന ഭഗദത്തൻ്റെ ആനയായിട്ടുള്ള സുപ്രതീകമായിരുന്നു. സുപ്രതീകം അവിടെ ചിഹ്നം വിളിക്കുന്നത് കേട്ടിട്ട് എല്ലാവരും ഭയന്നു. എന്നാൽ സുപ്രതീകത്തിൻ്റെ ചിഹ്നം വിളിക്കും മുകളിൽ അവിടെ ഇരുന്നു കൊണ്ട് ഭഗദത്തൻ അട്ടഹസിക്കുകയും അലറുകയും ചെയ്തു. എന്നിട്ട് ഭീമന് നേരെ ആക്രമണം തുടങ്ങി. സുപ്രതീകത്തിനോട് ഭഗദത്തൻ ആജ്ഞ കൊടുത്ത ആ സമയം തന്നെ സുപ്രതീകം അലറി വിളിച്ചുകൊണ്ട് ഭീമസേനന് നേരെ പോയി. ഈ ആനയുടെ മുകളിൽ ഭഗദത്തനും ഇരിപ്പുണ്ട്. ഭഗദത്തൻ ആക്രമിക്കൂ എന്ന് ഗർജിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് സാധാരണ ആനകളെക്കാട്ടിയും വലിപ്പം കൂടിയ കൊമ്പുകളുള്ള സുപ്രതീകം, അതിശക്തമായിട്ടുള്ള തുമ്പിക്കൈയുള്ള സുപ്രതീകം, കാലുകളെന്നൊക്കെ പറയുമ്പോഴത്തേക്കും വലിയ ഇരുമ്പിൻ കഷ്ണം പോലെ തോന്നിക്കുന്ന സുപ്രതീകം ഭീമന് നേരെ ചാടി വീണു എന്നാണ് പറയുന്നത്. ഇത് കണ്ടു നിന്ന കൗരവപ്പടയിലുള്ള എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഒടുവിൽ അവൻ്റെ കഥ കഴിഞ്ഞു, ഇനി അവനെ ഭയക്കണ്ട, ഭീമസേനൻ വധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഈ സമയത്ത് പാണ്ഡവപക്ഷം ഇത് കേട്ട് ഭയന്നു. അവർ നോക്കുമ്പോൾ ഭീമൻ നിൽക്കുന്ന സ്ഥലത്ത് സുപ്രതീകം ഇങ്ങനെ പാഞ്ഞടുത്തുകൊണ്ട് ചാടി ഇടിക്കുകയാണ്. ഇവർ അലറി വിളിച്ചുകൊണ്ട് പാണ്ഡവസേന അങ്ങോട്ടേക്ക് പോയി. യുധിഷ്ഠിരൻ്റെ നെഞ്ചൊന്നു കാളി. തൻ്റെ പ്രിയപ്പെട്ട അനുജനായിട്ടുള്ള ഭീമസേനൻ എന്തെങ്കിലും പറ്റിയോ? അതിൻ്റെ വെപ്രാളത്തിൽ പാഞ്ചാലരെയും കൂട്ടി യുധിഷ്ഠിരൻ അവിടെ പോയി സുപ്രതീകത്തിനെ ആക്രമിക്കാനൊരുങ്ങി. അവിടെ പോയപ്പോഴാണ് അവർ മനസ്സിലാക്കിയത് ഭീമസേനൻ തലനാരിടയ്ക്ക് സുപ്രതീകത്തിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. ചെറുതായിട്ടെങ്കിലും ഭീമൻ്റെ ശ്രദ്ധ മാറിയിരുന്നെങ്കിൽ അവിടെ ഭീമൻ തീർന്നേനെ.
അവിടെ ഭീമൻ തീർന്നേനെ. ഇവിടെ ഈ ഒരു വിഷയം പറയുമ്പോൾ ഒരു കാര്യം എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. ഇത് നമ്മുടെ ബോറി ക്രിട്ടിക്കൽ എഡിഷനിലില്ല, മറ്റൊരു സ്ഥലത്ത് നിന്ന് വായിച്ചറിഞ്ഞൊരു കാര്യമാണ്. ഈ ഭീമൻ നമ്മൾ ഈ കുരുക്ഷേത്ര യുദ്ധം തുടങ്ങി ആദ്യം തൊട്ട് ഇതുവരെ ആനകളെ മുച്ചൂട് മുടിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ടല്ലേ. വളരെ എഫിഷ്യൻ്റായിട്ടാണ് ഭീമൻ ആനകളെ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. എവിടെ ആനകൾ പ്രശ്നം ഉണ്ടാകുന്നു ഭീമൻ അവിടെ പോയി ആ ആനകളെ വീഴ്ത്തുകയാണ് ചെയ്യുന്നത് അല്ലേ. അത് ഭീമൻ്റെ ശക്തി കൊണ്ട് മാത്രമല്ല. ഭീമസേനൻ ഈ പാണ്ഡവരും കൗരവരും കൂടെ ദ്രോണാചാര്യരുടെ അടുത്ത് പഠിക്കാൻ പോരുന്ന സമയത്ത്, ആ ഒരു ഗുരുകുല വിദ്യാഭ്യാസ സമയത്ത് മറ്റുള്ള പാണ്ഡവർ പഠിക്കാത്തൊരു കാര്യം ഭീമസേനൻ പഠിച്ചെടുത്തിട്ടുണ്ട്. ഭീമസേനൻ ദ്രോണാചാര്യരുടെ അടുത്ത് നിന്ന് അഞ്ജലികാ വേദം എന്നും പറഞ്ഞൊരു വേദം പഠിച്ചെടുത്തിട്ടുണ്ട്. ഫുള്ള് പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഭീമസേനൻ നല്ലതുപോലെ അറിയാം അഞ്ജലികാ വേദം. അഞ്ജലികാ വേദം എന്ന് പറയുമ്പോഴത്തേക്കും ആനകളെ മെരുക്കി വശത്താക്കുന്ന, ആനകളെക്കുറിച്ച് പഠിക്കുന്ന വേദമാണ്. ആനകളെക്കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ആ വേദത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ആ വേദത്തിൻ്റെ അറിവ് വെച്ചിട്ടാണ് ഭീമസേനൻ ഈ കാണുന്ന ആനകളെ മുഴുവനും വീഴ്ത്തുന്നതും ആനപ്പടയെ നിയന്ത്രിക്കുന്നതും. അതുപോലെ സുപ്രതീകത്തിൽ നിന്ന് ഭീമൻ രക്ഷപ്പെട്ടതും ഈ അഞ്ജലികാ വേദത്തിൻ്റെ അറിവോടുകൂടിയാണ്. ചിലപ്പോൾ ഈ അഞ്ജലികാ വേദം പഠിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഭീമൻ്റെ കാര്യം അന്ന് തീർന്നേനെ. ഇതൊരു അഡീഷണൽ ഇൻഫർമേഷനാണ് കേട്ടോ. ഈ ഒരു ഭീമസേനൻ അവിടെ നിന്ന് തലനാരിടക്കി രക്ഷപ്പെട്ടു. പിന്നീട് അവിടെ സംഭവിച്ചതെന്ന് പറയുമ്പോൾ ഭഗദത്തൻ്റെയും സുപ്രതീകത്തിൻ്റെയും നിയന്ത്രണമില്ലാത്ത പ്രകടനമായിരുന്നു. ഭഗദത്തനും സുപ്രതീകത്തിനും മുന്നിൽ പാണ്ഡവസേന തകർന്നു തുടങ്ങിയെന്നാണ് പറയുന്നത്. സുപ്രതീകം തൻ്റെ കാലുകൊണ്ട് രഥങ്ങളെയും അതുപോലെ തന്നെ കുതിരകളെ പൂട്ടിയിരിക്കുന്ന രഥങ്ങളെ ചവിട്ടി നശിപ്പിക്കുന്നു. തുമ്പിക്കൈ കൊണ്ട് രഥങ്ങൾ അടിച്ചു തെറിപ്പിക്കുന്നു. മറ്റുള്ള ആനകളെ സുപ്രതീകം കുത്തി മലർത്തിയിടുകയാണ്. കാരണം എന്താണ്? സുപ്രതീകം മറ്റുള്ള ആനകളെക്കാട്ടി ഉയരം കൂടുതലല്ലേ, ശക്തിയും കൂടുതലാണ്. 1000 ആനകളുടെ ബലമുണ്ട് സുപ്രതീകത്തിന്. ഭഗദത്തൻ എന്ന് പറയുമ്പോൾ ഈ ഭൂമിയിൽ ആനയെ വെച്ച് പോരാടുന്നതിൽ 1-ാം സ്ഥാനക്കാരനോ 2-ാം സ്ഥാനക്കാരനോ ആണെന്ന് അർജുനൻ വരെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു പരിധി കൂടുതൽ സുപ്രതീകവും ഭഗദത്തനും കൂടെ ഈ പ്രകടനം കാണിച്ചു കൂട്ടിയ ആ സമയത്ത് യുധിഷ്ഠിരൻ തൻ്റെ സേനയെ വിളിച്ചു പറഞ്ഞിട്ട് ഭഗദത്തനെ വളയാൻ പറഞ്ഞു. അങ്ങനെ സുപ്രതീകം എന്ന ആനയുടെ മുകളിലിരിക്കുന്ന ഭഗദത്തൻ നോക്കി നിൽക്കവേ ഭഗദത്തന് ചുറ്റും ഇങ്ങനെ രഥങ്ങൾ നിരന്നു നിൽക്കുന്നു. ഭഗദത്തൻ്റെ മുഖത്തൊരു ഭയവുമില്ല, അയാളുടെ മുഖത്ത് അട്ടഹാസം മാത്രമേ ഉള്ളൂ. ഭഗദത്തൻ തൻ്റെ കയ്യിൽ അങ്കുശം പിടിച്ചുകൊണ്ട് ആനയെ ഇങ്ങനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. ഭഗദത്തന് നേരെ സാത്വികിയുടെ രഥം വന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കും സാത്വികിയെ നോക്കി അട്ടഹസിച്ചിട്ട് ഭഗദത്തൻ സുപ്രതീകത്തിനെ ഇങ്ങനെ സാത്വികിയുടെ മുന്നോട്ട് നയിക്കുവാനായിട്ട് ഇങ്ങനെ സിഗ്നൽ കൊടുത്തു. അതിനനുസരിച്ച് ഭഗദത്തൻ എന്ത് സുപ്രതീകത്തിനെ കൊണ്ട് ചെയ്യാനൊരുങ്ങിയോ അത് തന്നെ സുപ്രതീകം ചെയ്തു. തൻ്റെ മുന്നിലേക്ക് വരുന്ന സാത്വികിയുടെ രഥത്തെ സുപ്രതീകം തൻ്റെ തുമ്മിക്കൈ കൊണ്ട് കോരി ഇങ്ങെടുത്തു. എന്നിട്ട് വലിച്ചെറിഞ്ഞു. ഇതിൻ്റെ ഗ്യാപ്പിൽ സാത്വികി ആ രഥത്തിൽ നിന്നെടുത്ത് ചാടി. ഇല്ലെങ്കിൽ സാത്വികിയുടെ കാര്യം ഒന്ന് തീരുമാനമായേനെ. അങ്ങനെ ഭഗദത്തനും സുപ്രതീകവും കൂടെ ഇവിടെ പോരാടിക്കൊണ്ടിരുന്ന ആ സമയത്ത് ഭീമസേനന് ദേഷ്യം വന്നു. തലനാരിടയ്ക്ക് രക്ഷപ്പെട്ടയാണ് നേരത്തെ. വീണ്ടും ഭീമസേനൻ തൻ്റെ രഥത്തിൽ പാഞ്ഞെത്തിയിട്ട് സുപ്രതീകത്തിന് മുകളിലിരിക്കുന്ന ഭഗദത്തന് നേരെ അസ്ത്രങ്ങൾ അയക്കാൻ തുടങ്ങി. സുപ്രതീകത്തിന് വീണ്ടും ഭഗദത്തൻ ഒരു സിഗ്നൽ കൊടുക്കുകയാണ്. അതിനനുസരിച്ച് സുപ്രതീകം തൻ്റെ തുമ്പിക്കൈയിൽ കുറച്ച് വെള്ളം ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം സുപ്രതീകം ഉടനെ തന്നെ ഭീമൻ്റെ രഥത്തിൽ പൂട്ടിയേക്കുന്ന കുതിരകളുടെ നേരെ തന്നെ ചീറ്റി. ദേഹത്ത് വെള്ളം ഇങ്ങനെ ചീറ്റിയപ്പോഴത്തേക്കും കുതിരകൾ പേടിച്ചിട്ട് രഥത്തിൽ നിൽക്കുന്ന ഭീമനെയും കൊണ്ടൊരു കൺട്രോളും ഇല്ലാതെ കുതിരകൾ പേടിച്ചെന്ന് പോയി. അങ്ങനെ ഭീമനെ എവിടെയും കൊണ്ട് ഈ കുതിരകളും കൂടി കൺട്രോളില്ലാതെ പോയ രഥത്തിന്. ഈ സമയത്ത് ദൃഷ്ടകേതു, ഉപപാണ്ഡവന്മാർ, അഭിമന്യു, ചേകിദാനൻ, യുയുത്സു. ഈ യുയുത്സു എന്ന് പറയുന്നത് ഈ കൗരവപക്ഷത്തിലുണ്ടായിരുന്ന ആളാണ്. ധൃതരാഷ്ട്രർക്ക് ഗാന്ധാരിയുടെ തോഴിയിലുണ്ടായ പുത്രനാണ് ഈ ഒരു യുയുത്സു എന്ന് പറയുന്നത്. യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് യുധിഷ്ഠിരൻ കൗരവപക്ഷത്ത് പോയി എല്ലാ മുതിർന്നവരുടെയും അനുഗ്രഹം മേടിച്ചിട്ട് പറയുന്നുണ്ട്, ഈ പോരാട്ടത്തിൽ എൻ്റെ പക്ഷത്ത് നിൽക്കാൻ ആഗ്രഹമുള്ളവർ ഇപ്പോൾ എൻ്റെ കൂടെ വരാം എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് കൗരവപക്ഷത്ത് നിന്ന് യുയുത്സു മാത്രം പാണ്ഡവരുടെ കൂടെ കൂടി യുധിഷ്ഠിരൻ്റെ കൂടെ അങ്ങ് പോയി. അങ്ങനെ ആ യുയുത്സു പാണ്ഡവരുടെ കൂടെ നിന്നുകൊണ്ട് ഈ ഭഗദത്തനെയും സുപ്രതീകത്തിനെയും ആക്രമിക്കാനിറങ്ങി അവർക്ക് നേരെ അസ്ത്രങ്ങൾ അയച്ചു. ഇതിനിടയിൽ ഭഗദത്തൻ തൻ്റെ ആനയെ ഇവർക്ക് നേരെ ചലിപ്പിച്ചു. എന്നിട്ട് അവരെ ആക്രമിക്കാനായി പറഞ്ഞു. ഈ സമയത്ത് സുപ്രതീകം യുയുത്സുവിൻ്റെ രഥത്തിനെ തൻ്റെ കാലുകൊണ്ട് ചവിട്ട് നശിപ്പിച്ചു കളഞ്ഞെന്നാണ് പറഞ്ഞത്. ആന തൻ്റെ രഥത്തിലേക്ക് വരുന്ന വരവ് കണ്ടുടനെ തന്നെ യുയുത്സു രഥത്തിൽ നിന്ന് ചാടി ഇറങ്ങി അടുത്ത രഥത്തിലേക്ക് കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് തൊട്ടു മുൻപ് യുയുത്സുവിനെ നേരിട്ട് കൊണ്ടിരുന്ന ഒരാളുടെ കൈകളെല്ലാം യുയുത്സു ഛേദിച്ച് കളയുന്നുണ്ട്. അപ്പോൾ യുയുത്സു, അഭിമന്യു, അതുപോലെ ദൃഷ്ടകേതു, ചേകിദാനൻ ഇവരെല്ലാവരും കൂടെ, ദ്രൗപദി പുത്രന്മാർ, ഇവരെല്ലാവരും കൂടെ പ്രാഗ്ജ്യോതിഷ നരേശനായിട്ടുള്ള
ഭഗദത്തനെ ആക്രമിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ സുപ്രതീകത്തിന് മുകളിലിരിക്കുന്ന ഭഗദത്തൻ ഗംഭീരമായി അവിടെ നിന്ന് പോരാടിയെന്ന് മാത്രമല്ല, ഭഗദത്തൻ്റെ മുന്നിൽ പാണ്ഡവസേനയെ മുച്ചൂടും മുട്ടിക്കാൻ അങ്ങോട്ട് തുടങ്ങി. ഈ സമയത്താണ് അർജുനൻ പാണ്ഡവപക്ഷത്തു നിന്ന് ഒച്ചപ്പാടും ബഹളവും അതിഭയാനകമായിട്ടുള്ള ശബ്ദവുമെല്ലാം കേൾക്കുന്നത്. അർജുനൻ ഉടനെ തൻ്റെ വലം കൈയിൽ നിന്ന് ഇടം കൈയിലേക്ക് വില്ലു മാറ്റി ആ ദിശയിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു പർവ്വതം അവിടെ നിൽക്കുന്നു. പർവ്വതത്തിന് മുകളിൽ ഒരാൾ നിന്നുകൊണ്ട് അസ്ത്രങ്ങൾ എയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അർജുനന് മനസ്സിലായി അത് സുപ്രതീകവും ഭഗദത്തനുമാണെന്ന്. ഉടനെ തന്നെ അർജുനൻ മാധവനോട് പറഞ്ഞു, കൃഷ്ണനോട് പറഞ്ഞു, മാധവ വെച്ച് താമസിപ്പിക്കല്ലേ, അത് കണ്ടില്ലേ, ഭഗദത്തനും സുപ്രതീകവുമാണ്. ആനപ്പുറത്തിരുന്ന് പോരാടുന്നതിൽ പുള്ളിക്കാരൻ കഴിഞ്ഞേ ഉള്ളൂ, വേറെ ആരും ആ പോരാട്ടത്തിന് മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഞാനിപ്പോൾ അങ്ങോട്ട് പോയേ പറ്റുള്ളൂ, എന്നെക്കൊണ്ടേ അവരെ വീഴ്ത്താൻ പറ്റുള്ളൂ, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകണം, അതാണിപ്പോൾ ചെയ്യേണ്ടതെന്ന് തോന്നുന്നു, അങ്ങോട്ടേക്ക് വിടാൻ പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ അർജുനൻ ഈ പറഞ്ഞത് കേട്ട ഉടനെ തന്നെ രഥം അങ്ങോട്ടേക്ക് തെളിച്ചു. അങ്ങനെ ഭഗദത്തനും സുപ്രതീകവും നിൽക്കുന്ന സ്ഥലത്തേക്ക് അർജുനൻ്റെ കപിധ്വജമുള്ള തേജോമയമായിട്ടുള്ള രഥം ഇങ്ങനെ പൊക്കോണ്ടിരുന്ന ആ സമയത്ത് പിറക്കെ നിന്ന് ഒച്ചപ്പാടും ബഹളവും കേൾക്കുന്നു. അർജുന, ഇങ്ങോട്ട് തിരിച്ചു വന്നാലും നീ മഹാരഥിയല്ലേ, എവിടെ പോകുന്നു എന്നുള്ള ബഹളം കേൾക്കുന്നു. തിരിഞ്ഞു നോക്കുന്ന അർജുനൻ കാണുന്ന കാഴ്ച 14,000 രഥങ്ങൾ അർജുനന് പിന്നാലെ പാഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരും അർജുനനെ ആക്രമിക്കാൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരും മഹായോദ്ധാക്കളുമാണ്. അത് മറ്റാരുമല്ല, നേരത്തെ പറഞ്ഞ സംശപ്തകന്മാരുണ്ടല്ലോ, അവരിലുണ്ടായിരുന്ന ആളുകൾ തന്നെയാണ്. അതിൽ 10,000 ആളുകൾ ത്രികർധാദേശത്തിലെ സുശർമാവിൻ്റെ കൂടെയുള്ള ആളുകളും ബാക്കി 4,000 പേര് കൃഷ്ണൻ്റെ പിൻഗാമികളുമായിരുന്നു, കൃഷ്ണനെ പിന്തുണച്ചിരുന്നവരുമായിരുന്നു എന്ന്. അതായത് നാരായണീ സേനയിലുള്ള ആളുകളും അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നാലോചിച്ച് നോക്കുക, അവരവിടെ നിന്നിട്ട് അർജുനനെയും കൃഷ്ണനെയും നേരിടാനായി വിളിക്കുന്നു. അപ്പോൾ ഉടനെ തന്നെ അർജുനൻ്റെ മനസ്സിൽ ഇനി എന്തോ ചെയ്യണം എന്നറിയാൻ പറ്റാത്തൊരവസ്ഥ. ഞാനിപ്പോൾ ഇവരുമായിട്ട് പോരാടണോ, അതോ അവിടെ പോയി യുധിഷ്ഠിരൻ്റെ സൈന്യത്തിനെ രക്ഷിക്കണോ, എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യ. അർജുനൻ്റെ നെഞ്ചിങ്ങനെ പിടപെടയ്ക്കുന്നു. അർജുനൻ കൺഫ്യൂഷനിലാവുന്നു. അർജുനൻ പെട്ടെന്ന് തീരുമാനിക്കുന്നു, സംശപ്തകന്മാരെ തീർക്കണം, അവരെന്നെ പോരാട്ടത്തിന് വിളിക്കാനും. അർജുനൻ ഉടനെ കൃഷ്ണനോട് അങ്ങോട്ടേക്ക് പോകാൻ പറഞ്ഞു. കൃഷ്ണൻ രഥം തിരിച്ച് സംശപ്തകന്മാർക്ക് നേരെ പോയി. ഈ സമയത്ത് നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും, ഇത് സത്യം പറഞ്ഞാൽ ഈ സംശക്തകന്മാരവിടെ വരുന്നത് സത്യം പറഞ്ഞാൽ ദുര്യോധനൻ്റെയും കർണൻ്റെയും ഒരു സൈക്കോളജിക്കൽ മൂവായിരുന്നു, ഒരു സൈക്കോളജിക്കൽ പ്രയോഗമായിരുന്നു. കാരണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ, അതായത് അർജുനൻ ഇവരെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ പാണ്ഡവസേനയ്ക്ക് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നാൽ അർജുനൻ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, എന്ത് ചെയ്യണം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അർജുനന് ഫോക്കസ് ഉറക്കത്തില്ല. ആ ഫോക്കസ് ഉറക്കാതിരിക്കുന്ന സമയം അർജുനൻ ഏറ്റവും വീക്കായിരിക്കും എന്നവർ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അതിനു വേണ്ടി അവരുടെ പ്ലാനായിരുന്നു ഇത്, ഈ സംശപ്തകന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഈ സമയത്ത് അർജുനന് നേരെ സംശപ്തകന്മാർ 100ഉം 1000 കണക്കിന് അസ്ത്രങ്ങൾ ഇങ്ങനെ അയച്ചു. ഈ അസ്ത്രങ്ങൾ അർജുനന് നേരെ ഇങ്ങനെ പാഞ്ഞെടുത്ത് വന്നപ്പോൾ ആകാശത്തിലുള്ള വെളിച്ചം അർജുനനും കൃഷ്ണനും കാണാൻ പറ്റാണ്ടായി. വീണ്ടും കൃഷ്ണൻ ഒരു പരിഭ്രമം ഉണ്ടായി. ഈ സമയത്ത് അർജുനൻ കൂടുതൽ ചിന്തിച്ചില്ല. അർജുനൻ തൻ്റെ വില്ലുയർത്തി മന്ത്രജപം തുടങ്ങി. ഞാണ് പിറക്കോട്ട് വലിച്ച സമയത്ത് അർജുനൻ തൻ്റെ വില്ലിലേക്ക് തൊടുത്തു വെച്ചിരുന്ന അസ്ത്രം വജ്രത്തിൻ്റെ നിറത്തിലായി. ആ വജ്രത്തിൻ്റെ അഗ്രഭാഗത്തായിട്ട് ഇടിമിന്നലിൻ്റെ തിളക്കവും. അത് ഇന്ദ്രൻ്റെ വജ്രായുധമായിരുന്നു. അർജുനന് 5 വർഷം സ്വർഗത്തിൽ പഠിക്കാൻ പോയെന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് ഇന്ദ്രൻ്റെ നിന്ന് അർജുനന് വജ്രായുധം, അതുപോലെ ഐന്ദ്രാസ്ത്രം, വൈഷ്ണവാസ്ത്രം ഇതെല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ അതേ വജ്രാസ്ത്രം, ഏത് വജ്രാസ്ത്രം കൊണ്ടാണോ അർജുനൻ ഈ ഒരു നിവാതകവചന്മാരെ വീഴ്ത്തിയത്, ആ വജ്രാസ്ത്രം തന്നെ അർജുനൻ അവിടെ തൊടുത്തു. അർജുനൻ നയിച്ച വജ്രാസ്ത്രം ആ വന്ന അത്രയും അസ്ത്രങ്ങളെയും അടിച്ചു തെറിപ്പിച്ച് നാമാവിശേഷമാക്കിയിട്ട് എണ്ണമറ്റ സംശപ്തകന്മാരെ വധിച്ചു എന്നാണ് പറയുന്നത്. ഇതിന് പുറമെ അർജുനൻ അസ്ത്രങ്ങൾ അയച്ചുകൊണ്ട് അവരെ എല്ലാവരെയും വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അർജുനൻ്റെ ഈ ഒരു പ്രകടനം കണ്ടിട്ട് കൃഷ്ണൻ ഒരുപാട് സന്തോഷമായി. കൃഷ്ണൻ വീണ്ടും അർജുനനെ മംഗളകരമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് അഭിനന്ദിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ സംശപ്തകന്മാരാകുന്ന കടലിനെ അർജുനനാകുന്ന സൂര്യൻ വറ്റിച്ചു എന്ന് പറയുന്നത് പോലെ അവിടെ ഉണ്ടായിരുന്ന എണ്ണമറ്റ സംശപ്തകന്മാരെ ഭൂരിഭാഗം എണ്ണത്തിനെയും അർജുനൻ വീഴ്ത്തി. എന്നിട്ട് കൃഷ്ണനോട് പറഞ്ഞു, മാധവ, ഭഗദത്തിന് നേരെ രഥം നയിച്ചാലും അവിടെ ഭഗദത്തിനുമായി ഇനി നേരിടേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. അർജുനൻ പറഞ്ഞു തീരുന്നതിന് മുൻപേ തന്നെ പാർത്ഥസാരഥിയായ ശ്രീകൃഷ്ണൻ ആ രഥത്തിനെ വായുവേഗത്തിൽ ചലിപ്പിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ അർജുനൻ വീണ്ടും ആ രഥത്തിൽ നിന്നുകൊണ്ട് ഭഗദത്തനെ ആക്രമിക്കുവാനായി പൊക്കോണ്ടിരുന്ന ആ സമയത്ത് അർജുനൻ്റെ പിന്നാലെ അതിശക്തമായി ഒരു വലിയ രഥസൈന്യത്തിൻ്റെ ശബ്ദം കേട്ടു. അർജുനൻ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും സംശപ്തകന്മാരെ കൊണ്ട് സുശർമാവ് വരുന്ന കാഴ്ചയാണ് കണ്ടത്.
അതായത് ബാക്കി ഉണ്ടായിരുന്ന സംശപ്തകന്മാർ ഇപ്പോൾ അർജുനനെ ആക്രമിക്കാനായി വന്നുകൊണ്ടിരിക്കുന്നു. സുശർമാവ് പടത്തലയ്ക്കൽ നിൽക്കുന്നു. അർജുനൻ്റെ പിന്നാലെ വരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ അർജുനന് വീണ്ടും സംശയം. അർജുനൻ പറയുകയാണ്, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല മാധവ. ഭഗദത്തൻ എന്ന് പറയുമ്പോൾ ആനപ്പുറത്തിരുന്ന് പോരാടുന്നതിലേക്ക് വെച്ച് ഏറ്റവും ബെസ്റ്റാണ് എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹം എൻ്റെ പിതൃസ്ഥാനീയനായിട്ടുള്ള ദേവേന്ദ്രൻ്റെ ഉറ്റ മിത്രവും കൂടെയാണ്. അദ്ദേഹത്തിന് മുന്നിൽ എൻ്റെ പാണ്ഡവസേന തകർന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാനവിടെ പോയില്ലെങ്കിൽ ഒട്ടും ശരിയാവത്തില്ല. ഇപ്പോൾ ഇവരെൻ്റെ പിറകെ വന്നുകൊണ്ടിരിക്കുന്നു. എനിക്കെന്ത് ചെയ്യണമെന്നറിയാൻ വയ്യ. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. കൃഷ്ണൻ കൂടുതൽ സംസാരിക്കുകയൊന്നും ചെയ്തില്ല. കൃഷ്ണൻ ഉടനെ തന്നെ തൻ്റെ രഥത്തിനെ അങ്ങ് തിരിച്ചു. അതായത് അർജുനൻ്റെ രഥത്തിനെ പാർത്ഥസാരഥിയായ ശ്രീകൃഷ്ണൻ തിരിച്ച് സംശപ്തകന്മാർക്ക് അവരുടെ അടുത്തേക്ക് കൊണ്ടുപോയി. സംശപ്തകന്മാരുടെ അടുത്തോട്ട് പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് അർജുനന് ദേഷ്യം കൂടി. കാരണം അർജുനൻ അങ്ങോട്ട് പോകുമ്പോൾ ഇവർ വഴിമുടക്കും, അർജുനൻ അങ്ങോട്ട് പോകുമ്പോൾ ഇവർ വീണ്ടും വിളിക്കുന്നു. അങ്ങനെ ദേഷ്യത്തിൽ സുശർമാവിനെ കണ്ടുടനെ അർജുനൻ സുശർമാവ് നിൽക്കുന്ന സ്ഥലത്തേക്ക് 70ഓളം അസ്ത്രങ്ങൾ എയ്തു വിട്ടു. ആ അസ്ത്രങ്ങൾ സുശർമാവിൻ്റെ ദേഹത്തേക്ക് വന്ന ആ സമയത്ത് തന്നെ സുശർമാവ് നോക്കി നിൽക്കവേ സുശർമാവിൻ്റെ കൊടിയും അതുപോലെ തന്നെ വില്ലും മുറിഞ്ഞു വീണു. അത് അർജുനൻ മുറിച്ചിട്ടതാണ്. എന്നിട്ട് സുശർമാവ് നോക്കി നിൽക്കവേ സുശർമാവിൻ്റെ സഹോദരനെ അർജുനൻ വധിച്ചു. എന്നിട്ട് ആ സഹോദരൻ്റെ കൊടിയെയും സാരഥിയെയും വില്ലിനെയും കുതിരകളെയും അർജുനൻ മുറിച്ചിട്ടു. ഇത് കണ്ടുടനെ ദേഷ്യം വന്ന സുശർമാവ് അർജുനന് നേരെ അതിശക്തമായിട്ടുള്ളൊരു വേല് വലിച്ചെറിഞ്ഞു. കൃഷ്ണന് നേരെ ഒരു കുന്തവും വലിച്ചെറിഞ്ഞു. അർജുനൻ തൻ്റെ അസ്ത്രപ്രയോഗം കൊണ്ട് ഈ വേലിനെയും കുന്തത്തിനെയും 3 കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടു. എന്നിട്ട് അവിടെ ഒരു ശരവർഷം നടത്തി അവിടെ ഉണ്ടായിരുന്ന ബാക്കി സംശപ്തകന്മാരെയും ഒരു പരുവമാക്കി വിട്ടു. പിന്നെ അവിടെ ബാക്കി കുറച്ച് പേരേ ഉള്ളൂ. ആര്യധിക്ക് മെജോറിറ്റി പേരെയും അർജുനൻ തീർത്തു. ഈ സമയത്ത് അവിടെ ഭഗദത്തൻ ഭയങ്കര പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭഗദത്തൻ സുപ്രതീകത്തിന് മുകളിൽ ഇരുന്നു കൊണ്ട് ഭഗദത്തൻ നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് മുഴുവനും അസ്ത്രങ്ങൾ അയക്കുന്നു, കുന്തവും വേലും വലിച്ചു വാരി എറിയുന്നു. അങ്ങനെ അട്ടഹസിച്ചുകൊണ്ട് ഭഗദത്തൻ പോരാടുന്നു. ഭഗദത്തൻ്റെ കയ്യിൽ വൈഷ്ണവാസ്ത്രമുണ്ട്. ആ വൈഷ്ണവാസ്ത്രത്തിൻ്റെ ശക്തിയും കൂടെയാണ് സുപ്രതീകത്തിന് ഇത്രയും പവർ കൊടുക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ പോരാടിക്കൊണ്ടിരുന്ന ആ സമയത്ത് ഭഗദത്തൻ ഒരു ഭാഗത്ത്, അതായത് സദേൺ ഭാഗത്ത് ഒരു ശബ്ദം കേൾക്കുന്നു. തെക്കേ ഭാഗത്തൊരു ശബ്ദം കേൾക്കുന്നു. ഭഗദത്തൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച 10,000 വരുന്ന ധനുർധാരികളെ തകർത്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ്. 10,000 ധനുർധാരികൾ നിലത്ത് വീണുകൊണ്ടിരിക്കുന്നു. രഥങ്ങൾ പൊട്ടിത്തെറിക്കുന്നു, ചിന്നിച്ചിതറിപ്പോകുന്നു. എന്ന് വെച്ചാൽ വെള്ളത്തിന് നടുക്കോട്ട് എന്തോ തുളച്ചു കയറുന്നത് പോലെ, മതിലുകൾ തകർത്തുകൊണ്ട് എന്തോ ഒരു ശക്തി ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് പോലെ ആ 10,000 വരുന്ന ധനുർധാരികളെ മുറിച്ച് പല കഷ്ണങ്ങളാക്കി. അതായത് ആ ഒരു 10,000 വരുന്ന ധനുർധാരികൾ അണിനിരന്ന് നിൽക്കുന്ന ആ ഒരു വ്യൂഹത്തിനെ മുറിച്ച് പല കഷ്ണങ്ങളാക്കിക്കൊണ്ട് എന്തോ ഉള്ളിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഭഗദത്തൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ തിളങ്ങുന്ന ആ കൊടി കാണാൻ കഴിഞ്ഞു. കുരുക്ഷേത്ര ഭൂമിയിൽ ഏറ്റവും കൂടുതൽ പ്രശസ്തമായൊരു കൊടി കണ്ടുടനെ തന്നെ ഭഗദത്തന് മനസ്സിലായി അതാരായിരുന്നു എന്ന്. അങ്ങനെ ഭഗദത്തൻ സൂക്ഷിച്ചു വീണ്ടും ആ രഥത്തിനുള്ളിലേക്ക് നോക്കിയപ്പോൾ ഖം എന്ന ഗാണ്ഡീവത്തിൻ്റെ ശബ്ദവും കേട്ടു. നെറ്റിയിൽ ഊർധ്വപുണ്ഡ്രം ധരിച്ച് സൂര്യസ്പർദ്ധ കിരീടം ധരിച്ചിരിക്കുന്ന ഒരു ദിവ്യമായ തേജസ്സായ ശ്രീകൃഷ്ണൻ തെളിക്കുന്ന ആ രഥത്തിൽ വെള്ള വസ്ത്രമെടുത്ത്, അതുപോലെ തന്നെ വെള്ളിയും സ്വർണവും കൊണ്ട് അലങ്കരിച്ച ചട്ട ധരിച്ച്, ശിരസിൽ തേജോമയമായൊരു കിരീടവും ധരിച്ച്, കയ്യിൽ അതിശക്തമായ ഗാണ്ഡീവവും ഏന്തി നിൽക്കുന്ന സാക്ഷാൽ അർജുനനെയാണ് ഭഗദത്തൻ കണ്ടത്. അർജുനൻ തന്നെ ലക്ഷ്യമാക്കിയാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഭഗദത്തന് മനസ്സിലായി. പക്ഷെ ഭഗദത്തന് ഭയം ഉണ്ടായില്ല. ഭഗദത്തൻ ഉടനെ അർജുനനുമായി പോരാടാൻ തയ്യാറെടുത്തു. ആനപ്പുറത്തിരിക്കുന്ന ഭഗദത്തൻ്റെ വില്ലിൽ നിന്ന് എണ്ണമറ്റ ശരങ്ങൾ അർജുനൻ്റെ രഥത്തിലേക്ക് പോകുന്നതാണ് ആളുകൾ കണ്ടത്. അവർ നോക്കി നിൽക്കവേ ആ അസ്ത്രങ്ങളെല്ലാം കൂടെ ചേർന്ന് ഒരുമാതിരി ശരവർഷം അസ്ത്രങ്ങൾ കൊണ്ടുള്ളൊരു മഴയായിട്ട് കൃഷ്ണൻ്റെയും അർജുനൻ്റെയും രഥത്തിലേക്ക് ഇങ്ങനെ വീഴുന്നു. എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത് പോലെ ഗാണ്ഡീവത്തിൻ്റെ ഞാണൊലികൾ കേട്ടു തുടങ്ങി. അവിടെ നിന്ന് അർജുനൻ്റെ രഥത്തിൽ നിന്ന് അതുപോലെ തന്നെ ശരവർഷങ്ങൾ മുകളിലേക്ക് പോയി. ആകാശമാർഗം ഈ 2 ശരവർഷങ്ങളും തകർന്നു വീണുകൊണ്ടിരിക്കുന്നു. 2 പേരും ക്രോധത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. വീണ്ടും സുപ്രതീകത്തിനടുത്ത് ദേഷ്യത്തോടുകൂടി ഭഗദത്തൻ അവർക്ക് നേരെ നയിച്ചു. എന്നാൽ സുപ്രതീകം ദേഷ്യത്തിൽ അവരുടെ രഥത്തിന് നേരെ പാഞ്ഞെടുത്ത ആ സമയത്ത് കൃഷ്ണൻ ഒരു സാരഥി എന്നുള്ള നിലയിൽ തൻ്റെ ദൗത്യം ചെയ്യുകയുണ്ടായി. ആ രഥത്തിനെ അതിവിദഗ്ധമായി അവിടെ നിന്ന് വെട്ടിത്തിരിച്ചു മാറ്റി സുപ്രതീകം എന്ന് പറയുന്ന ആനയുടെ വലത്തേ ഭാഗത്തോട്ട് ആ രഥവും കയറ്റി. ഇപ്പം ഈ ആന അർജുനൻ്റെ രഥത്തിൻ്റെ ഇടത്തെ ഭാഗത്തുണ്ട്. ഈ സമയത്ത് ആനയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഭഗദത്തനും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം രഥം ആനയുടെ സൈഡിലോട്ട് കയറി. അർജുനന്
ആനയെയും ഭഗദത്തനെയും വീഴ്ത്താൻ പറ്റിയൊരു ചാൻസ് കിട്ടി. അവിടെ വെച്ച് അർജുനൻ അസ്ത്രം എയ്തിരുന്നുവെങ്കിൽ ആനയും ഭഗദത്തനും തീരും. പക്ഷേ അർജുനൻ ചെയ്തില്ല. കാരണം യുദ്ധത്തിൻ്റെ നിയമപ്രകാരം അവിടെ നിന്നുകൊണ്ട് അസ്ത്രമെയ്താൽ, സൈഡിൽ നിന്നുകൊണ്ട് അസ്ത്രമെയ്താൽ അത് ശരിയായിട്ടുള്ള രീതിയല്ല എന്ന് മനസ്സിലാക്കിയ അർജുനൻ തൻ്റെ വില്ല് ഉയർത്തിയിട്ട് ആ വില്ലങ്ങ് താഴ്ത്തി. അർജുനന് വേണേൽ അവിടെ വെച്ച് അവരെ വധിക്കാമായിരുന്നു, പക്ഷേ അർജുനൻ വധിച്ചില്ല. പക്ഷേ അത് ചെയ്യാതിരുന്നത് അടുത്ത നിമിഷം തന്നെ അർജുനന് കുറ്റബോധം ഉണ്ടാക്കി. കാരണം ഭഗദത്തൻ്റെ ആന അങ്ങോട്ടേക്ക് കയറി അവിടെ ഉണ്ടായിരുന്ന പാണ്ഡവസേനയെ നശിപ്പിച്ചു തുടങ്ങി. അങ്ങനെ വീണ്ടും അർജുനൻ ഭഗദത്തനുമായി നേരിടാനൊരുങ്ങി. എന്നാൽ അത്രയും നേരവും യുദ്ധഭൂമിയിൽ സുപ്രതീകത്തിന് മുകളിൽ ഇരുന്നുകൊണ്ട് ഭഗദത്തൻ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എല്ലാവരും വിചാരിച്ചു അർജുനനും കൃഷ്ണനും ഇപ്പോൾ മരണത്തിൻ്റെ വായുടെ മുന്നിൽ നിൽക്കുകയാണെന്ന്. കാരണം അതുപോലെയായിരുന്നു അവിടെ ഭഗദത്തൻ കാണിച്ചു കൂട്ടിയത്. എന്നാൽ ഇവിടെ ഭഗദത്തൻ വേണ്ടാത്തൊരു പരിപാടി ചെയ്തു. തൻ്റെ വില്ലെടുത്തിട്ട് അതിൽ ശക്തമായിട്ടുള്ളൊരു അസ്ത്രം വെച്ച് ചെവിയോളം വലിച്ച് കൃഷ്ണന് നേരെ അയച്ചു. ആ അസ്ത്രം കൃഷ്ണൻ്റെ ചട്ട പിളർന്ന് ഉള്ളിലേക്ക് പോയെന്നാണ് പറയുന്നത്. ഇങ്ങനെയെന്ന് വെച്ചാൽ ചട്ട പിളർന്ന് ഉള്ളിലേക്ക് പോയി, അത് ഭൂമിയിലേക്ക് തുളച്ച് കയറിപ്പോയെന്നു. അതായത് ദേഹവും പിളർന്ന അസ്ത്രം അങ്ങ് പോയെന്നും. ഇത് കണ്ടപ്പോൾ അർജുനന് സഹിക്കാൻ പറ്റില്ല. അർജുനൻ അസ്ത്രങ്ങൾ അയച്ചുകൊണ്ട് ഭഗദത്തൻ്റെ വില്ല് മുറിച്ച് കളഞ്ഞു. അതുപോലെ തന്നെ ഈ ഒരു ആവനാകി ഉണ്ടല്ലോ, അതും മുറിച്ചങ്ങ് കളഞ്ഞു. ദേഷ്യം വന്ന ഭഗദത്തൻ വീണ്ടും അവർക്ക് നേരെ ഏകദേശം 14ഓളം വേലുകൾ വലിച്ചെറിഞ്ഞു. ഭഗദത്തൻ കൈകളിങ്ങനെ അനക്കുന്നതാണ് എല്ലാവരും കണ്ടത്. അതിനനുസരിച്ച് 14ഓളം വേലുകൾ ഒരു ശരവർഷം പോലെ അർജുനന് നേരെ പോയി. ഓരോ വേലുകൾ 3 കഷ്ണമാക്കുന്നത് പോലെ ആ 14 വേലുകളെയും അർജുനൻ തകർത്ത് കളഞ്ഞു. ആകാശത്തിൽ ആ വേലുകൾ ഇങ്ങനെ പൊടിഞ്ഞു പോകുന്നത് കാണുമ്പോൾ ആ ഒരു സൂര്യവെളിച്ചത്തിൽ ഇങ്ങനെ തിളങ്ങുന്നുണ്ടായിരുന്നു. എന്നാൽ വീണ്ടും ഭഗദത്തൻ ദേഷ്യത്തോടു കൂടി അർജുനന് നേരെ ഒരു വേല് വലിച്ചെറിഞ്ഞു. ആ വേല് അർജുനൻ്റെ കിരീടം ഇങ്ങനെ തെറിപ്പിച്ചാണ് പോയത്. അർജുനൻ തൻ്റെ കിരീടം വീണ്ടും എടുത്ത് ഒന്ന് റെഡിയാക്കി തിരിച്ച് വെച്ചിട്ട് ഭഗദത്തനെ പൊങ്ങി നോക്കി. അർജുനൻ്റെ മുഖത്ത് നല്ല ക്രോധമുണ്ടായിരുന്നു. അർജുനൻ ഭഗദത്തനോട് ഉറക്കെ വിളിച്ച് പറഞ്ഞു, ഭഗദത്ത, ഈ ഭൂമിയെ സന്തോഷത്തോടെ ഒരു തവണ കൂടെ നീ കണ്ടോളൂ, ഇത് നീ അവസാനമായിട്ട് നോക്കുന്നതായിരിക്കും എന്ന് ഭഗദത്തനോട് അർജുനൻ പറഞ്ഞു. അർജുനൻ്റെ ഈ സംസാരം കേട്ടിട്ട് ഭഗദത്തന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഭഗദത്തൻ വീണ്ടും ശക്തമായിട്ടുള്ളൊരു വില്ലെടുത്ത് അർജുനന് നേരെയും കൃഷ്ണന് നേരെയും അസ്ത്രങ്ങൾ അയച്ചു. എന്നാൽ ഇപ്രാവശ്യം അർജുനൻ അയക്കുന്ന അസ്ത്രങ്ങൾ ഭഗദത്തൻ അയക്കുന്ന അസ്ത്രങ്ങളെയും മുറിച്ച് ഭഗദത്തൻ്റെ വില്ലും മുറിച്ച് കളഞ്ഞു, കൊടിയും മുറിച്ച് കളഞ്ഞു. അതുപോലെ തന്നെ ഭഗദത്തൻ്റെ ഈ രാവനാഴി ഉണ്ടല്ലോ, അത് തകർത്തും കളഞ്ഞു. അർജുനൻ്റെ ഈ ഒരു പ്രകടനം അത് ഭഗദത്തന് സഹിച്ചില്ല. ഇതിനു മുമ്പ് അർജുനൻ മറ്റൊരു കാര്യവും കൂടെ ചെയ്തായിരുന്നു. തുരുതുര അസ്ത്രങ്ങൾ അയച്ചുകൊണ്ട് സുപ്രതീകം എന്ന ഭഗദത്തൻ്റെ ആനയുടെ ചട്ട അർജുനൻ നശിപ്പിച്ചായിരുന്നു. ചട്ട നശിപ്പിച്ചു എന്ന് മാത്രമല്ല, അർജുനൻ അയച്ച അസ്ത്രങ്ങൾ ആ ചട്ട പിളർന്ന് ഭഗദത്തൻ്റെ ആനയുടെ മർമ്മഭാഗത്തേക്ക് തുളച്ചു കയറുകയും ചെയ്തു. അതുപോലെ ഭഗദത്തനെയും അർജുനൻ നല്ലതുപോലെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. അർജുനൻ്റെ മുന്നിൽ ഇനി വേറൊന്നും പിടിച്ചു നിൽക്കാനില്ല എന്ന് മനസ്സിലാക്കിയ ഭഗദത്തൻ തൻ്റെ അങ്കുശമുയർത്തി, തൻ്റെ കയ്യിലിരുന്ന അങ്കുശമുയർത്തി. ആ അങ്കുശത്തിലേക്ക് ഭഗദത്തൻ ഏതോ ഒരു ദിവ്യാസ്ത്രം ആവാഹിക്കാൻ ഒരുങ്ങി. മന്ത്രജപം നടത്തി ആ അങ്കുശം അതീവ തേജസ്സിൽ ഇങ്ങനെ ജ്വലിക്കാൻ തുടങ്ങിയ ഉടനെ തന്നെ വാസുദേവൻ ശ്രീകൃഷ്ണന് മനസ്സിലായി ഭഗദത്തൻ വൈഷ്ണവാസ്ത്രത്തെ തൻ്റെ അങ്കുശത്തിലേക്ക് ആവാഹിക്കുകയാണെന്ന്. ഉടനെ തന്നെ ഭഗദത്തൻ ദേഷ്യത്തോടുകൂടി അർജുനൻ്റെ നെഞ്ചു ലക്ഷ്യമാക്കി വൈഷ്ണവാസ്ത്രത്തെ ആവാഹിച്ച് വെച്ചേക്കുന്ന ആ അങ്കുശമെടുത്ത് വലിച്ചെറിഞ്ഞു. അർജുനൻ നോക്കി നിൽക്കവേ, എല്ലാവരും നോക്കി നിൽക്കവേ അവിടെ അത്ഭുതകരമായിട്ടൊരു സംഭവമുണ്ടായി. കൃഷ്ണൻ രഥത്തിൽ നിന്ന് എണീച്ചങ്ങ് നിന്നു. അർജുനൻ്റെ മുന്നിൽ വൈഷ്ണവാസ്ത്രം ആവാഹിച്ചേക്കുന്ന ആ ഒരു അങ്കുശം കൃഷ്ണൻ്റെ നെഞ്ചിൽ വന്ന് തട്ടിയ ഉടനെ അവിടെ വെളിച്ചത്തിൻ്റെ ഒരു വിസ്ഫോടനം ഉണ്ടായെന്നാണ് പറയുന്നത്. എല്ലാവരും അത്ഭുതത്തോടുകൂടി അങ്ങോട്ട് നോക്കുമ്പോൾ ആ വെളിച്ചം മാറുമ്പോഴും ആ രഥത്തിൽ ദിവ്യമായിട്ടുള്ള ആ രൂപമുണ്ടായിരുന്നു. വെളിച്ചം മാറുന്നതിനനുസരിച്ച് കിരീടത്തിൽ പറക്കുന്ന ആ മയിൽപ്പീലി കാണുന്നുണ്ടായിരുന്നു. ആകാശത്തിൽ പറക്കുന്ന ആ പീതാംബരം കാണുന്നുണ്ടായിരുന്നു. ആ പൊൻചട്ടയ്ക്ക് മുകളിൽ ഇപ്പോൾ മറ്റൊന്നും കൂടെ അവർക്ക് കാണാൻ കഴിഞ്ഞു, വൈജയന്തിമാല. കൃഷ്ണന് നേരെ അയച്ച വൈഷ്ണവാസ്ത്രം കൃഷ്ണൻ്റെ കഴുത്തിൽ വൈജയന്തിമാലയായി വന്ന് വീണു. ഈ മഹാവിഷ്ണു ഭഗവാന്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിന് ഇതുപോലെ ഒരുപാട് ഡെക്കറേഷൻസ് ഉണ്ട്. കൗസ്തുഭം എന്നൊരു രത്നമുണ്ട്, അതുപോലെ വൈജയന്തിമാല എന്ന് പറഞ്ഞൊരു മാലയുണ്ട്. സൂര്യസ്പർദ്ധ കിരീടം, അതായത് സൂര്യനുമായിട്ട് തിളക്കത്തിൻ്റെ കാര്യത്തിൽ കോമ്പറ്റീഷൻ നടത്തുന്ന ഒരു കിരീടം. അത്രത്തോളം തിളക്കമാണ് ആ കിരീടത്തിനുള്ളത്. അതുപോലെ ഒരുപാട് അലങ്കാരങ്ങളും ഇങ്ങനെ പീതാംബര വസ്ത്രമെടുത്ത് ഇങ്ങനെ അലങ്കരിച്ച് നിൽക്കുന്നൊരു രൂപം. അതുപോലെ ഇടനെഞ്ച് ഭാഗത്തായിട്ട് ശ്രീവത്സം എന്നൊരു മറുകുമുണ്ട് മഹാവിഷ്ണു ഭഗവാന്. അതുപോലത്തെ മഹാവിഷ്ണു ഭഗവാന്റെ അലങ്കാരങ്ങളിൽ ഒന്നാണ് ഈ വൈജയന്തിമാല എന്ന് പറയുന്നത്. ആ വൈജയന്തിമാല കൃഷ്ണൻ്റെ കഴുത്തിൽ ഇപ്പോൾ വീണു. ഇത് കണ്ടുടനെ അർജുനൻ കൃഷ്ണനോട് ചോദിച്ചു, മാധവ, അങ്ങ് എന്താണ് ഈ കാണിച്ചത്?
യുദ്ധത്തിൽ പങ്കെടുക്കത്തില്ല, എൻ്റെ രഥം മാത്രമേ തെളിക്കുള്ളൂ എന്നാണല്ലോ അങ്ങ് എനിക്ക് വാക്ക് തന്നേക്കുന്നത്. അങ്ങ് എന്തിനാണ് ഇപ്പോൾ വാക്ക് തെറ്റിച്ചത്? ആരെൻ്റെ മുന്നിൽ വന്നാലും ആയുധം ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന എനിക്ക് അവരെ നേരിടാൻ കഴിയുമെന്ന് അങ്ങേക്കറിയത്തില്ലേ? ഏത് ആയുധത്തിനെയും എനിക്ക് നേരിടാൻ ത്രാണിയുണ്ടെന്ന് അങ്ങേക്കറിയത്തില്ലേ? അതുപോലെ തന്നെ ആയുധമേണ്ടി എന്ത് നിൽക്കുന്ന എനിക്ക് ഏത് ലോകത്തിലും വിജയം നേടാൻ പറ്റുമെന്നും അങ്ങേക്ക് അറിയുന്ന കാര്യമല്ലേ? പിന്നെ എന്തിനാണ് അങ്ങ് ഇത് ചെയ്തത്? കൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് അർജുനനോട് പറഞ്ഞു, അർജുന, ഞാൻ പറയുന്നത് നീ കേട്ടുകൊള്ളുക. ഇത് അതിപുരാതനമായിട്ടുള്ള കാലത്ത് നടന്നൊരു സംഭവമാണ്. ഈ ലോകത്തെ ഞാൻ ഒരേ സമയം 4 മൂർത്തികളായി പിരിഞ്ഞുകൊണ്ട് സംരക്ഷിക്കുന്നു. ഒന്നാമത്തെ മൂർത്തി എന്ന് പറയുമ്പോൾ ഈ ഭൂമിയിൽ തപസ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ മൂർത്തി എന്ന് പറയുമ്പോൾ മനുഷ്യർ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം നോക്കിക്കണ്ടുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ മൂർത്തി എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ ജീവിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നാലാമത്തെ മൂർത്തി എന്ന് പറയുമ്പോൾ ആയിരക്കണക്കിന് വർഷം നിദ്രയിലാണ്ടിട്ട് 1000 വർഷം പൂർത്തിയാകുമ്പോൾ നിദ്രയിൽ നിന്ന് ഉണർന്ന് വരം ചോദിക്കുന്നവർക്ക് വരം കൊടുക്കുന്ന രൂപത്തിൽ നിൽക്കുന്നു. അങ്ങനെ ആ 4ാമത്തെ മൂർത്തിയായിരിക്കുന്ന എൻ്റെ ഒരു ഭാവം ഒരിക്കൽ 1000 വർഷങ്ങൾക്ക് ശേഷം ഉണർന്നപ്പോൾ ഭൂമിദേവി എന്നോടൊരു വരം ആവശ്യപ്പെട്ടു. എൻ്റെ മകനായിട്ടുള്ള, അതായത് ഭൂമിദേവിയുടെ മകനായിട്ടുള്ള നരകാസുരനെ ആരും വധിക്കാതിരിക്കാനായിട്ട്, അവൻ അവധ്യനാകാനായിട്ട് അവന് വൈഷ്ണവാസ്ത്രം നൽകണമെന്ന്. അങ്ങനെ ഞാൻ നരകാസുരന് വൈഷ്ണവാസ്ത്രം നൽകിയിട്ടുണ്ട്. ആ വൈഷ്ണവാസ്ത്രം വെച്ച് അവൻ യുദ്ധത്തിൽ അവധ്യനാണ്. അതുപോലെ തന്നെ വൈഷ്ണവാസ്ത്രം കൊണ്ട് നശിപ്പിക്കാൻ കഴിയാത്തതായി ആരും തന്നെ ഈ ലോകത്തിലുമില്ല അർജുന. അതേ വൈഷ്ണവാസ്ത്രം തന്നെയാണ് ഭഗദത്തിന് കിട്ടിയിരിക്കുന്നത്. കാരണം നരകാസുരൻ്റെ മകനാണ് ഭഗദത്തൻ. ഇന്ന് നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ എണീച്ചു നിന്നത്. നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് നീ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യവും ഞാൻ ചെയ്തേക്കുന്നത്. ഇപ്പോൾ അവൻ്റെ കയ്യിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ആ ആയുധമില്ല. അവൻ ഊർജം കൊടുത്തുകൊണ്ടിരുന്ന ആ ആയുധമില്ല. അതിപ്പോൾ ഞാനിപ്പോൾ സ്വീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കിട്ടിയ സമയത്ത് ഉടനെ തന്നെ ഭഗദത്തനെ വധിച്ചാലും എങ്ങനെ അവൻ്റെ അച്ഛനായ നരകാസുരനെ ഞാൻ വധിച്ചുവോ അതുപോലെ നീ ഭഗദത്തനെ വധിച്ചാലും എന്ന് പറഞ്ഞു. കൃഷ്ണൻ ഈ ഒരു കാര്യം പറഞ്ഞ അടുത്ത സെക്കൻഡിൽ അർജുനൻ കൂടുതൽ സംസാരിക്കാനൊന്നും നിന്നില്ല. ഗാന്ധീവത്തിൻ്റെ ഞാനൊലി കേട്ടു. ഗാന്ധീവത്തിൽ നിന്ന് ഒരു ഇരുമ്പസ്ത്രം സുപ്രതീകം എന്ന് പറയുന്ന ആനയുടെ ദേഹത്തേക്ക് പോയി. ആ ആനയുടെ നെറ്റി ഭാഗം ലക്ഷ്യം വെച്ച ആ അസ്ത്രം പോയി പിളർന്ന് ആ അസ്ത്രം പുറത്തോട്ട് പോവുകയും ചെയ്തു. പിന്നെ ആളുകൾ നോക്കി നിൽക്കവേ അത്രയും ദിവസവും കുരുക്ഷേത്ര ഭൂമിയെ വിറപ്പിച്ചുകൊണ്ടിരുന്ന സുപ്രതീകമെന്ന് പറയുന്ന ആന അവിടെ ചരിഞ്ഞു വീഴുകയാണ്. അർജുനൻ സുപ്രതീകമെന്ന് പറയുന്ന ആനയെ വധിച്ചിരിക്കുന്നു. ആ ആനപ്പുറത്തിരിക്കുന്ന ഭഗദത്തൻ ഇങ്ങനെ ചരിഞ്ഞു വീണുകൊണ്ടിരുന്ന സമയത്ത് അർജുനൻ അർദ്ധചന്ദ്ര രൂപത്തിലുള്ള ഒരു അസ്ത്രം അയച്ചു. ആ അസ്ത്രം ഭഗദത്തൻ്റെ ഹൃദയത്തിലേക്ക് തറച്ചു കയറുകയും ചെയ്തു. അങ്ങനെ ഭഗദത്തൻ എന്ന വീരൻ ഇവിടെ വധിക്കപ്പെട്ടിരിക്കുന്നു. കൗരവപക്ഷത്ത് നിന്നുകൊണ്ട് ഏറ്റവും ഗംഭീരമായി പോരാടിയ യോദ്ധാക്കളിൽ ഒരാളാണ് ഭഗദത്തൻ. ഒരു യോദ്ധാവെന്നുള്ള നിലയ്ക്ക് ഒന്നും പറയാനില്ല. പല സമയങ്ങളിൽ കൗരവർക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു ഗംഭീര ഫോഴ്സായിട്ട് തന്നെയാണ് ഭഗദത്തൻ നിന്നത്. ഒരിക്കൽ ഭീഷ്മർ ഭഗദത്തനെ ഒരു ആയുധമായി കണ്ടുകൊണ്ട് പാണ്ഡവ സേനയുടെ ഇടയിലേക്ക് ഇടിച്ചു കയറ്റി വിടുന്നുണ്ട് അല്ലേ. അപ്പം അത്രയും ശക്തനായിട്ടുള്ള ഒരു പോരാളി, ഒരു യോദ്ധാവ്, ഒരു രാജാവ് ഭഗദത്തൻ ഇപ്പോൾ പതിച്ചിരിക്കുകയാണ്. എന്നാൽ അർജുനൻ എന്ത് ചെയ്തെന്നറിയോ? ആ സമയത്ത് ഭഗദത്തൻ തൻ്റെ പിതാവായ ഇന്ദ്രദേവൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായതുകൊണ്ട് തന്നെ അർജുനൻ ഭഗദത്തനെ ഒന്ന് വലം വെച്ചു. അതായത് ബഹുമാന പുരസരം ഭഗദത്തനെ അർജുനൻ ഒന്ന് വലം വെച്ചു. അപ്പോൾ ദേവേന്ദ്രൻ്റെ പ്രിയമിത്രവും അർജുനൻ്റെ ബഹുമാനത്തിന് പാത്രവുമായ ഭഗദത്തൻ ശരിക്കും ഒരു ശ്രേഷ്ഠനായിട്ടുള്ള യോദ്ധാവാണെന്നുള്ള കാര്യം നമുക്ക് നിസ്സംശയം പറയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിനു ശേഷം എന്തെല്ലാം ഉണ്ടായി എന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നത് വരെ